യേശു ക്രിസ്തു ആരാണെന്ന് അറിയാമോ? അവനിങ്ങനെ കഷ്ടം സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനാലാ പ്രിയപ്പെട്ടവരെ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാരോ? അവനാണ് ദൈവം. ദൈവം ദ്രവിച്ചു പോകുന്നതിനല്ല, ദൈവം നമ്മുടെ സൃഷ്ടിയല്ല, നമ്മളെ സൃഷ്ടിച്ചവനാണ്. അവൻ ലോകമുണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനും ലോകമുള്ള ഇപ്പോഴുള്ളവനും നാളെ ലോകാവസാനത്തിന് ശേഷം ഉള്ളവനാണ് സത്യദൈവം. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിനാൽ അത്രേ ഈ വായു ഉണ്ടായത്. ഈ ക്രിസ്തുവിനാൽ അത്രേ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ സൃഷ്ടിയായിരിക്കുന്ന സൂര്യനും അവന്റെ സൃഷ്ടിയായിരിക്കുന്ന വായുവും നമ്മൾ അനുഭവിച്ചിട്ട്, അവന്റെ സൃഷ്ടിയായിരിക്കുന്ന വെള്ളം നമ്മൾ കുടിച്ചിട്ട് അവനെ നിഷേധിക്കുന്നത് അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുവിന്. അവനെ പറ്റി വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്.